ജനനായകൻ തളപതി വിജയുടെ അവസാനത്തെ സിനിമ, മുതലമേച്ചർ വിജയുടെ ആദ്യത്തെയും അവസാനത്തെയും സിനിമ. ഇതിനു മുമ്പ് ഒരാളുടെ അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഞാൻ കാണാൻ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഓൾറെഡി ഒരു മോശം സിനിമയായിരിക്കും, എനിക്ക് 1% പോലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം, ഓൾറെഡി അറിയാം. അതറിയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സിനിമ റീമേക്ക് ആണല്ലോ. ഈ റീമേക്ക് ആയതുകൊണ്ട് തന്നെ മറ്റേ സിനിമയുടെ കുറെ കട്ടിങ്സും പിന്നെ കുറച്ച് ക്ലിപ്പിങ്സും ഒക്കെ റീൽസിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് പലതവണയും കണ്ടിട്ടുണ്ട്. അത് തന്നെ സഹിച്ചിരിക്കാൻ വയ്യായിരുന്നു. അപ്പൊ അത് എക്സാക്ട്ലി അത് റീമേക്ക് ചെയ്തേക്കുവാണോ എന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. കാരണം മറ്റേ സിനിമ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് വിജയുടെ ഈ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും കയറ്റിയിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സർട്ടിഫൈഡ് മൂവിയാണ്. അത് പ്യുവർ പൊളിറ്റിക്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള സീനുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ സെക്ഷൽ ന്യൂഡിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ ബ്ലഡ് കാണിക്കുന്നതും ബ്ലർഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ബ്ലഡ് അങ്ങനെ കാണിക്കുമ്പോഴും സർട്ടിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ സിനിമകൾ വന്നേക്കുന്നു. ഇപ്പോൾ ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കണ്ടായോ? കാരണം അതിനകത്ത് തല വെട്ടി കളയുന്നുണ്ട്, ബ്ലഡ് ആയിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്, ബ്ലറായിട്ടല്ല കാണിക്കുന്നത്. അപ്പോൾ അതിനൊന്നും കൊടുക്കാതെ ഇതിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്യുവർ പൊളിറ്റിക്സ് ആണ്. അത് അവരുടെ പൊളിറ്റിക്സ് സിനിമയിലേക്ക് തള്ളിക്കയറ്റുവാണ്, അതിനകത്ത് വ്യക്തമാണ്. എന്തായാലും സിനിമയെ പറ്റിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ഞാൻ എന്താണോ ഹോപ്പ് ചെയ്തത് അത് തന്നെ എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു സിനിമ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഈ സിനിമ കണ്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോകാൻ തോന്നുന്നു, ഇപ്പൊ തീർന്നാൽ മതിയായിരുന്നു, അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഓൾറെഡി ഞാനിത് അറിഞ്ഞു വന്നതുകൊണ്ടായിരിക്കാം. ഈ സിനിമ ഓൾറെഡി മോശമായിരിക്കും എന്ന് ഞാൻ അറിഞ്ഞു വന്നുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നാത്തത്. എന്തായാലും സ്ക്രിപ്റ്റിംഗ് മോശമാണ്. VFXന്റെ കാര്യമൊന്നും പറയണ്ട. ഇതിനകത്ത് കുറെയൊക്കെ ബ്ലാസ്റ്റ് സീനൊക്കെ ഞാൻ കണ്ടു. അയ്യോ, ഈ ഗെയിമിനകത്ത് ബ്ലാസ്റ്റ് നടക്കത്തില്ല, അത് ഇതിനെക്കാളും ബെറ്റർ ആയിട്ട് തോന്നും. അങ്ങനത്തെ കുറെ ബ്ലാസ്റ്റ് സീന്, പിന്നെ എന്തൊക്കെയോ കാണിക്കുക. പിന്നെ ആദ്യം ഇതിനകത്ത് ഈ ബോബി ഡിയോളിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കണ്ടു കഴിയുന്ന സമയത്ത് ഇത് ഏത് യൂണിവേഴ്സിൽ നടക്കുന്ന സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണോ ഈ തമിഴ്നാടെന്നൊക്കെ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഏതോ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന, ഒരു ലക്കും ലഗാനും ഇല്ലാത്ത ഏതോ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു സിനിമ പോലെയാണ് ബോബി ഡിയോളിന്റെ എൻട്രി തൊട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഓവറോൾ ഒരു മോശം സിനിമ. അഭിനയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിജയ് പ്രത്യേകിച്ച് വലിയ പിന്നെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ അവസാനത്തെ അഭിനയമാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന് ഇനി സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ സിനിമ കണ്ടത്. അതുപോലെ മമിത ബൈജു ഒക്കെ കുറെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഓവറായിരുന്നു. കുറെയൊക്കെ പ്രത്യേകിച്ച് മമിത ബൈജുവിന്റെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവരാണെങ്കിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ക്രിഞ്ചായിട്ടുള്ള ഒരു അഭിനയം. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂജ ഹെഗ്ഡെ ഒക്കെ വിജയമായിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഭയങ്കര ഒരുമാതിരി കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് സീനുകളൊക്കെ, അവരുടെ അഭിനയവും ആ വിജയമായിട്ടുള്ള ആ ഒരു ഇത് കാണിക്കുന്നതും വിജയ് തിരിച്ച് അഭിനയിക്കുന്ന എല്ലാം തന്നെ. പൂജ ഹെഗ്ഡെ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്കകത്തുള്ള ഒരു ക്യാരക്ടറാണ്. ആദ്യത്തെ കുറച്ച് സമയത്തെ ഈ ഒരു ലവ് മേക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പോർഷനിലേക്ക് സിനിമ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസമായിരുന്നു. അങ്ങനത്തെ സീൻ ഇല്ലായിരുന്നല്ലോ. പിന്നെ നരേൻ കുറച്ച് അത്യാവശ്യം സ്ക്രീൻ ടൈം ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. നന്നായിട്ടെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വലിയ മെച്ചമൊന്നുമില്ല, ക്യാരക്ടറും അത്രയ്ക്ക് ഒരു സംഭവമായിട്ട് തോന്നിയതുമില്ല. പക്ഷെ കിട്ടിയ സാധനം അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ രേവതി ഉണ്ട് തുടക്കത്തിൽ ഒരു അമ്മയായിട്ട്, വിജയുടെ അമ്മയായിട്ട്. അവർക്കും അത്യാവശ്യം സമയമൊക്കെ ഉണ്ടായിരുന്നു, അവരും ചെയ്തു പോയിട്ടുണ്ട്. വലിയ മെച്ചമൊന്നുമില്ല, അങ്ങനെ പോകുന്ന കുറച്ച് സിനിമ. പിന്നെ വില്ലനായിട്ട് ബോബി ഡിയോളൊക്കെ എന്ത് കോമഡിയാ. ഇതാണോ വില്ലൻ? അതായത് ഒന്നാമത്തെ ഡബിങ് ഭയങ്കര മോശമാണ്. ഇദ്ദേഹം തമിഴല്ല സംസാരിക്കുന്നത്, വേറെ ഏതോ ലാംഗ്വേജ് സംസാരിക്കുന്നത്, തമിഴായിട്ട് വേറെ ആരുടെ ഡബ് ചെയ്തേക്കുന്നു. അത് തന്നെ ഭയങ്കര ഡിസ്കണക്ട് ആയിരുന്നു സിനിമ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ നിന്നിട്ട്. അതുകൂടെ പ്രകാശ് രാജൊക്കെ അത്യാവശ്യം അദ്ദേഹം സ്ഥിരമായിട്ടുള്ള അദ്ദേഹം ചെയ്യുന്ന വില്ലൻ, ആ ഒരു രീതിയിലുള്ള വില്ലൻ. പിന്നെ സുനിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കാട്ടാളനകത്ത് എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ മാനറിസംസ്, അതുപോലെ തന്നെ അടുത്ത സിനിമ ഉണ്ടല്ലോ മറ്റേ അടുത്ത സിനിമയ്ക്ക്, എല്ലാ സിനിമയ്ക്കകത്ത് ഒരേപോലുള്ള മാനറിസംസ് തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ഇതിനകത്തും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിനും കിട്ടിയേക്കുന്നത്. എല്ലാം കൊണ്ടും എന്താ പറയാ, ഒരു മോശം സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവമോ കാര്യങ്ങളോ ഒന്നുമില്ല. VFX ഒക്കെ ഇതിനങ്ങനെ 100-400 കോടിയോളം ഇതിന്റെ ബഡ്ജറ്റ് വരുന്നുണ്ട്. എന്നിട്ടും തന്നെ VFXന്റെ അവസ്ഥ കാണണം, വളരെ മോശം VFX. ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ആകുന്ന സമയത്ത് കുറെ റോബോട്ട് നായകളും പിന്നെ ഡ്രോൺസും ഒക്കെ കൊണ്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണണം. അതിന്റെയൊക്കെ VFXും ബ്ലാസ്റ്റ് ചെയ്യുന്ന സീനിന്റെ VFXും
പിന്നെ പ്രിയാമണിയുണ്ട്. പ്രിയാമണിയൊക്കെ ഒരു 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 സൈഡിൽ കൂടി ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ കുറച്ച് അധികം ഒന്നും ഓവർ ആക്കിയിട്ടൊന്നുമില്ല, എന്നാൽ ഭയങ്കര മെച്ചമായിട്ട് ചെയ്തുമില്ല. ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് പ്രിയാമണി വന്നു പോകുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു പ്യുവർ പൊളിറ്റിക്സ്. ഇതിനകത്ത് പിന്നെ വിജയുടെ ഈ ഒരു പൊളിറ്റിക്സ് അതിങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറ്റി പോകുന്നുണ്ട്. അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ അതേപോലുള്ളൊരു പൊളിറ്റിക്സ് ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അത്തരത്തിലുള്ളൊരു സിനിമയാണല്ലോ. റീമേക്ക് ആണ്. എന്തിനാണ് ഈ റീമേക്ക് ഒക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അവസാനത്തെ സിനിമ ആണെങ്കിൽ അത് ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറി ചെയ്തിട്ട് പൊക്കൂടായോ? ഇത് റീമേക്ക് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നു. എന്തുവായാലും ഒരു മോശം സിനിമ. ആ മോശം സിനിമ കണ്ട് പിന്നെ ആ ഒരു രീതിയിലുള്ള റിവ്യൂ അല്ലേ പറയത്തുള്ളൂ. മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വിജയുടെ അവസാന സിനിമയാണല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ കണ്ടിരുന്നതാണ്. പിന്നെ ക്ലൈമാക്സ് ആവുന്ന സമയത്ത് ഈ വിജയുടെ ഇത്രയും കാലത്തേക്കുള്ള അദ്ദേഹത്തിന്റെ സിനിമകളിലെ കുറച്ച് ക്ലിപ്പിംഗ്സും അതെല്ലാം ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിരുന്നു. അതൊക്കെ ഒരു ഇമോഷൻ ആയിരുന്നു. പിന്നെ അവസാനം ഒരു 2-3 ക്യാമിയോസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ആരാന്നുള്ളതൊക്കെ. എന്തായാലും ജനനായകനോട് കൂടി വിജയ് കളം വിടുകയാണ്. ഇനിയിപ്പോ നമ്മൾ അദ്ദേഹത്തെ ഇനി ഒരിക്കലും കാണത്തില്ല സ്ക്രീനിൽ. ഇനി വല്ല റീ റിലീസ് സിനിമ വല്ലതും വരണം. അല്ലാതെ റീ റിലീസ് വന്നു കഴിഞ്ഞാൽ ഇത്ര ഓളം ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് ഒരു പുതിയ സിനിമ വരുന്നതിന് അത്ര ഓളം റീ റിലീസ് എന്തായാലും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ജനനായകൻ. എന്തായാലും തളപതി വിജയ്ക്ക് എന്നേക്കുമായിട്ട് വിട.